ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഷോപ്പിംഗ് ആണ് കേട്ടോ. ഞങ്ങളും എല്ലാ യാത്രയും കഴിഞ്ഞ് വന്നതിന് ശേഷം വീട്ടിലൊരു സാധനം ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ലുലുവിലേക്ക് പോയി കേട്ടോ. എൻ്റെ മുടിനെക്കുറിച്ച് എനിക്ക് ചിന്തയില്ലെങ്കിലും വിവിക്ക് ചിന്തയുള്ളതുകൊണ്ട് ഈ ഹെയർ ഓയിൽ എന്നോട് വാങ്ങിച്ചോളാൻ പറഞ്ഞു കേട്ടോ. ഇങ്ങനെയെങ്കിലും നിൻ്റെ തലയിൽ കുറച്ച് മുടികൾ കിട്ടിയെന്ന്. പിന്നെ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്ന ഫയൽ കേട്ടോ. ഞങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റും ഇവിടെ വന്നതിന് ശേഷം അവിടെ ഇവിടെയും കിടക്കുന്നതുകൊണ്ട് അങ്ങനെ ഞങ്ങളൊരു ഫയൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സാധനം ഇവിടെ കണ്ടപ്പോൾ ഇതിന് ഒട്ടും ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല, പക്ഷേ അതിന് നല്ല റേറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു കടയിൽ നിന്ന് ഞാനിത് വാങ്ങിച്ചപ്പം വെറും 100 രൂപയ്ക്ക് ഞാൻ പെൻ ഹോൾഡേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഭയങ്കര റേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവരുടെയൊക്കെ പോയി കുറച്ച് വെയിറ്റിങ്സിൻ്റെ ഐറ്റംസൊക്കെ കണ്ട് അതൊക്കെ നോക്കി. പിന്നെ ഒരു ബാഗ് കണ്ടപ്പോൾ ചക്കുവിന് വേണമെന്ന് ചോദിച്ചാൽ അവനോട് ചോദിച്ചപ്പോൾ ആണെങ്കിൽ അവൻ ഒടുക്കത്തെ ഡിമാൻഡ്, ഇത് ഗേൾസിൻ്റെ ബാഗൊന്നും ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെരുപ്പാണ്. എനിക്ക് ആക്ച്വലി പറഞ്ഞാൽ പിങ്ക് ചെരുപ്പ് ഇഷ്ടമല്ല, വിവിൻ്റെ നിർബന്ധം കൊണ്ട് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് മീൻ സെക്ഷനിലാണ്. ഞങ്ങൾ കൊച്ചിയിലുണ്ടായിരുന്നപ്പോൾ എപ്പോഴും മീൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ലുലുവിൽ നിന്നായതുകൊണ്ട് തന്നെ ആ പ്രതീക്ഷയിലാണ് ഇവിടെ പോയിട്ടുണ്ടായിരുന്നത്. മീൻ നോക്കുന്നതിൻ്റെ ഇടയിൽ വിവി ഒരു നിമിഷം ഡെന്റിസ്റ്റ് ആയോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കൊച്ചിയിലൊക്കെ എപ്പോഴും നല്ല ഫ്രഷ് മീനായിരുന്നു ഉണ്ടാവാറുണ്ടായിരുന്നത്, പക്ഷേ ഇവിടെ എനിക്ക് അത്ര ഫ്രഷായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഞങ്ങൾ വാങ്ങിച്ചത് ചൂരമീനായിരുന്നു കേട്ടോ. അതും ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിലേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും നല്ല ഫ്രഷൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ അത്ര ഫ്രഷ് ആയിട്ടൊന്നും ഇവിടെ കിട്ടാറില്ല. പിന്നെ കുറച്ച് ജീവനുള്ള മീനുകളുണ്ടായിരുന്നു, അതൊക്കെ നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, അതൊക്കെ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കാം. ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിനടുത്ത് നിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഉണ്ടായിരുന്നത്. കാരണം ഇവയുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും, ഫ്രൂട്ട്സ് പിന്നെയും കുഴപ്പമുണ്ടായിട്ടില്ല. അതുപോലെ ഫിഷും വെജിറ്റബിൾസും കുറച്ച് ക്വാളിറ്റി കുറവുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചാലാണ് കേട്ടോ കിട്ടാറ്. തേങ്ങ സെലക്ട് ചെയ്യുന്നതിൽ സ്പെഷ്യലിസ്റ്റ് വിവി ആയതുകൊണ്ട് തന്നെ ആ സെക്ഷൻ വിവി എനിക്ക് തരാറില്ല കേട്ടോ. അങ്ങനെ അടുത്ത സെക്ഷൻ ഞങ്ങൾ പോയിരിക്കുന്നത് ബേക്കറി ഐറ്റംസിലേക്കാണ്. ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ ബില്ലടിച്ചു ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.